ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആദ്യമുണ്ടായിരുന്ന ദൈവസ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും അകന്നുപോയ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനും അങ്ങനെ ആത്മാവിൽ ശക്തിപ്പെട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ തീർത്ഥാടനം തീക്ഷ്ണതയോടുകൂടെ തുടർന്നു കൊണ്ടുപോകണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന നോമ്പുകാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെതുമായ നല്ലൊരു നോമ്പ് കാലഘട്ടം ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ക്രൈസ്തവ ഭക്തിയുടെ 3 സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം എന്നിവയിലൂടെ എപ്രകാരം നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാമെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന 4 തിരുവചന ഭാഗങ്ങളാണ് തിരുസഭാമാതാവ് ഈ ദിനം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. ഇന്നത്തെ ആദ്യ വായനയിൽ നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദരിദ്രരായ മറ്റ് ഇസ്രായേൽ സഹോദരങ്ങളോട് ഒരു യഹൂദനുണ്ടായിരിക്കേണ്ട ഔദാര്യ മനോഭാവത്തെക്കുറിച്ച് സാബത്ത് വർഷാചരണത്തിൽ എപ്രകാരം ജീവിക്കണമെന്ന് പ്രതിപാദിക്കുന്നതാണ് തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നിന്റെ സഹായം ആവശ്യമായിരിക്കുന്ന സഹോദരന് ഉദാരമായി കൊടുക്കുവാനും അവന് സഹായം നിഷേധിക്കരുതെന്നും പിതാവായ ദൈവം തൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കുന്നതാണ് തിരുവചന ഭാഗത്ത് തുടർന്നു വരുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്രകാരം ജീവിക്കുന്നവന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നിന്നെ അനുഗ്രഹിക്കും, നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് തിരുവചന ഭാഗങ്ങളിലൂടെ പിതാവായ ദൈവം വ്യക്തമാക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും ഉദാരമായി അവരെ സഹായിക്കുവാനുമുള്ള സന്മനസ് രൂപപ്പെടുത്തിയെടുക്കണമെന്ന് തിരുവചന ഭാഗം പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും സുഹൃത് ജീവിതത്തിൻ്റെയും മാതൃകയായി പഴയ നിയമം അവതരിപ്പിക്കുന്ന തോബിത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് 2-ാമത്തെ വായനയിൽ തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെക്കുറിച്ചും നമ്മുടെ പ്രാർത്ഥനകൾക്കും നാം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾക്കും പിതാവായ ദൈവം പ്രതിഫലം നൽകുമെന്ന് റഫായേൽ ദൂതനിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നതാണ് തിരുവചന ഭാഗത്ത് നമുക്ക് പ്രധാനമായും ധ്യാനിക്കാനായിട്ട് സാധിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ സൽകൃത്യങ്ങൾക്ക് പോലും ദൈവം പ്രതിഫലം നൽകുമെന്നുള്ള വലിയ സന്ദേശം തോബിത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുകയാണ്. ഇന്നത്തെ 3-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് 2-ാം ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേം സഭയിലെ പാവപ്പെട്ടവരെ ഔദാര്യത്തോടെ സഹായിക്കുവാൻ ശ്ലീഹ കൊറിന്തോസിലെ ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ പ്രകടമാക്കണമെന്നും നമ്മുടെ കഴിവിനനുസരിച്ച് ഉദാരമായി ദാനം ചെയ്യാനുള്ള സന്മനസ് നമുക്കുണ്ടാകണമെന്നും ശ്ലീഹ കൊറിന്തോസിലെ സഭയോടും അതുവഴിയായി നമ്മോടും ആവശ്യപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ സമ്പന്നത മാറ്റിവെച്ച് നമ്മിലൊരുവനായി ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കിയ ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക ക്രൈസ്തവ ജീവിതത്തിൽ മാതൃകയും പ്രചോദനവുമാകണമെന്ന് ശ്ലീഹ ലേഖനഭാഗത്തിലൂടെ നമ്മയും ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം എന്നീ സുഹൃത്തുക്കൾ അഭ്യസിച്ചുകൊണ്ട് എപ്രകാരം നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാമെന്ന് സുവിശേഷകൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സുഹൃത്തുക്കൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫരിസേരെയും നിയമജ്ഞരെയും പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ സൽകൃത്യങ്ങളോ നമ്മുടെ പ്രാർത്ഥനയോ ഉപവാസമോ ധർമ്മദാനമോ ചെയ്യരുതെന്ന് ഈശോ സുവിശേഷത്തിലൂടെ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രകടനപരതയുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ റീൽസിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും കണ്ടന്റുകൾ മാത്രമായി നമ്മുടെ സൽപ്രവൃത്തികൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയുടെ വചനം നമുക്ക് മുമ്പിൽ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസ നോക്കാതെ അവരെ ഉദാരമായി സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, ധർമ്മദാനം ചെയ്യാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അധര വ്യായാമം പോലെ കുറേയധികം പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടാതെ നിന്റെ ഉള്ളതും അറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ദൈവത്തോട് കൂടെയായിരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ വെല്ലുവിളികൾ സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോഴാണ്
നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ത്യാഗജീവിതത്തിനും നമ്മുടെ കണ്ണുനീരോടും കൈവിരിച്ചുള്ള പ്രാർത്ഥനകൾക്കും നമ്മുടെ സൽകൃത്യങ്ങൾക്കും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തും. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുകയും സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുകയും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ പുണ്യദിനങ്ങളോടെ കടന്നു പോകുമ്പോൾ ഈ സുഹൃതങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശീലിച്ച് ദൈവത്തോട് കൂടെയായിരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ആദ്യമുണ്ടായിരുന്ന ദൈവസ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും അകന്നുപോയ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനും ഈ നോമ്പ് കാലഘട്ടം നമ്മെ പ്രേരിപ്പിക്കട്ടെ. നല്ല ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.